പാകിസ്ഥാന്റെ മധ്യസ്ഥത പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ US സംഘർഷം പരിഹരിക്കാനുള്ള ഇടപെടലിന് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോണിൽ സംസാരിച്ചു. നേരത്തെ ഹോർമുസിൽ സൈനിക ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അറബ് രാജ്യങ്ങൾ മുൻകൈയെടുത്ത് UN സുരക്ഷാ കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയം റഷ്യയും ചൈനയും ചേർന്ന് വീറ്റോ ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഈ യുദ്ധം വളരെ സമാധാനപരമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ നിർത്തിവെക്കാനുള്ള ഒരു ഇടപെടലിന് റഷ്യ വളരെ ശക്തമായി രംഗത്ത് വരികയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചത്. എങ്ങനെ കാണുന്നു ഇവരുടെ റഷ്യയുടെ നീക്കത്തെ? വിനോദ്, റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കത്തിന് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഈ നാറ്റോ സഖ്യവുമായി ട്രംപ് ഇക്കാര്യത്തിൽ, അതായത് ഈ ഹോർമുസ് വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് റഷ്യൻ ഇടപെടലിൻ്റെ ഒരു കൃത്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂക്ഷ്മത മനസ്സിലാക്കാൻ സാധിക്കുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ഹോർമുസിൽ സൈനിക നടപടികൾ അല്ലെങ്കിൽ സൈന്യത്തെ വിന്യസിക്കണമെന്ന് തന്നെ തത്വത്തിൽ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം ബഹ്റൈൻ്റെ നേതൃത്വത്തിൽ 6ഓളം അറബ് രാജ്യങ്ങൾ ചേർന്ന്, ജോർദാൻ ഉൾപ്പെടെ ചേർന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ചിരുന്നു. ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിച്ച് അത് വോട്ടിനിടുകയും അത് 13 വോട്ടുകൾ നേടുകയൊക്കെ 11 വോട്ടുകൾ നേടുകയും ചെയ്തു എങ്കിൽ കൂടി അത് വീറ്റോ ചെയ്യപ്പെടുകയായിരുന്നു സ്ഥിരാംഗങ്ങളായ റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഭാഗത്തു നിന്ന്. ആ ഒരു സംവിധാനം ഉണ്ടായതിന് പിന്നാലെ വീണ്ടും ഈ സമാധാന ചർച്ചകൾ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഈ റഷ്യയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ഫോണിൽ സംസാരിച്ചു. ഇന്നലെ രാത്രി തന്നെ ആ സംഭാഷണം ഉണ്ടാവുകയും ചെയ്തു. അതിന് തൊട്ട് മുൻപാണ് ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സൈനികമായി തന്നെ സ്വീകരിക്കുമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിരോധം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആ സൈനിക നടപടിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഉപരോധം സൃഷ്ടിക്കുന്ന നടപടിയുടെ ഭാഗമായി ഉണ്ടായാൽ അത് ശക്തമായി നേരിടുമെന്നും അവർക്ക് സർവനാശമുണ്ടാകുന്ന നീക്കങ്ങളുണ്ടാകുമെന്ന കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു സമൂഹമാധ്യമ പോസ്റ്റിലൂടെ. അതുപോലെ തന്നെ ഇറാനെ ടോൾ നൽകി, ചുങ്കം നൽകി ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളും യാത്ര ചെയ്യാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപഥം തടയുമെന്ന നിലപാടും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുകയും അതുവഴി ഇറാൻ്റെ ഈ ആണവായുധ സംവിധാനങ്ങളെയും ആണവായുധ സംഭരണങ്ങളെയെല്ലാം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. അത്തരം നീക്കങ്ങൾ നടന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വ്ളാഡിമിർ പുടിൻ മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും നിർണായകമാണ്. മറ്റു സുപ്രധാനമായ ചില അപ്ഡേറ്റുകൾ വരുന്നത് ഇപ്പോൾ ഈ എണ്ണ വില വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിലേക്ക്, അതായത് ഇന്നലെ നടന്ന ചർച്ചകൾ, പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ സമ്പൂർണ്ണ പരാജയമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും എണ്ണവില വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ടെക്സാസിലൊക്കെ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു ബാരലിന് 195 $194 ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കപ്പലുകൾ ഹോർമുസിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ തടയപ്പെട്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ കടന്നു പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായൊരു പ്രതികരണങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്ത് തന്നെയായാലും അമേരിക്ക വളരെ കണിശമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള US നീക്കത്തെ പിന്തുണയ്ക്കില്ല എന്ന് ബ്രിട്ടൻ പറയുമ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സഹകരിച്ച് ഈ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബ്രിട്ടൻ പറയുന്നത്. ആ നിർണായക നീക്കത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും അശ്വതി, ഏറ്റവും നിർണായകമായൊരു ചോദ്യം അവിടെ തന്നെയാണ് വരുന്നത്. അതായത് ഈ ഹോർമുസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടലിന് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് വാഗ്ദാനം ചെയ്തിരുന്നൊരു പശ്ചാത്തലം നേരത്തെ, അതായത് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ഉറപ്പ് നൽകിയിരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഫ്രാൻസ് എല്ലാം തന്നെ ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ 3-4 രാഷ്ട്രങ്ങൾ, 3 യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിന് പിന്തുണയ്ക്കുന്ന ഒരു നീക്കം, അതായത് ഹോർമുസിലൂടെയുള്ള സ്വതന്ത്രമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു രാജ്യങ്ങളുടെ ബഹുരാഷ്ട്ര ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായൊരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വക്താവ് അറിയിച്ചത് ഈ ഹോർമൂസിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും ഹോർമൂസിലെ തടസ്സങ്ങൾ അംഗീകരിക്കുന്നില്ല, അത്തരം നീക്കങ്ങൾ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കുന്നില്ലെന്നും മാത്രമല്ല സ്വതന്ത്രമായൊരു നാവിഗേഷൻ്റെ നിലപാടാണ്, അതായത് സ്വതന്ത്രമായ കപ്പലോട്ടമാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ലോകം മുഴുവൻ കൃത്യമായും കപ്പലുകൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ചരക്ക് ഗതാഗതവും എണ്ണ ഗതാഗതവും ഒക്കെ സുരക്ഷിതമാക്കുന്നതിനുള്ള സ്വതന്ത്ര നാവിഗേഷൻ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ആശയം, നിലപാടെന്ന് കൃത്യമായി ബ്രിട്ടൻ ആശങ്ക അകലുന്നില്ല എന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് പങ്കുവച്ചത്.